ഹലോ. എന്തിനാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടാണോ ട്രാവൽ ചെയ്യുന്നത്? പണ്ടത്തെ എൻ്റെ ഒരു ഡ്രീമായിരുന്നു എൻ്റെ സൈക്കിളിൽ ഓൾ ഇന്ത്യ പോകണം എന്നുള്ളത്. ആ ഒരു ഡ്രീം തോന്നിയതിൻ്റെ റീസൺ ഞാൻ അത് സോഷ്യൽ മീഡിയയിൽ വേറൊരാൾ ചെയ്യുന്നത് കണ്ടിട്ടാണ്. പക്ഷേ ഇന്ന് എനിക്ക് ചിന്തിക്കുമ്പോൾ അതൊട്ടും പോസിബിൾ അല്ല. നോർത്ത് ഇന്ത്യയിൽ കൂടെയൊക്കെ സൈക്കിൾ വിട്ടാൻ ആലോചിക്കുമ്പോഴേ എനിക്ക് വെറുപ്പാണ്. എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് സമാധാനത്തിന് വേണ്ടിയാണ്. മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ള എൻ്റെ മൈൻഡ് കാമാക്കുന്ന പ്ലേസിൽ പോയി കുറച്ച് ദിവസം സ്റ്റേ ചെയ്ത് നടന്ന് അവിടെ ഗവൺമെൻറ്റിലൊക്കെ ജീവിക്കുക, അവിടുത്തെ ഫുഡ് കഴിക്കുക, അങ്ങനെ കുറച്ച് ദിവസം അവിടെ നിൽക്കണം. എന്നെപ്പറ്റി അറിയാത്ത ആൾക്കാരുടെ ഇടയിൽ എൻ്റേതായിട്ടുള്ളൊരു ഫ്രീഡത്തിൽ ഒരു സ്ഥലത്ത് പോയി സമാധാനമായിട്ടിരിക്കുക, അതിനാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അല്ലാതെ ക്രൗഡായിട്ടുള്ളൊരിടത്ത് പോയിരുന്ന് സ്ഥലം കാണുന്നതല്ല എൻ്റെ ട്രാവലിംഗ് രീതി. ട്രാവൽ ചെയ്യണത് എന്തിനാണെന്ന് ചിന്തിച്ച് നോക്കുക. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ സ്ഥലങ്ങൾ എല്ലാവരും പോകുന്നതുകൊണ്ട് ഞാനും പോകുന്നു എന്നുള്ളൊരിതിന് പോകുന്നതാണോ? അതോ പോയിട്ട് എടുത്ത് സ്റ്റാറ്റസ് ഇട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ പോകുന്നത്? അതോ ഞാൻ ഈ പറഞ്ഞ പോലെ സമാധാനത്തിന് വേണ്ടി പോകുന്നവരാണോ? അതോ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നവരാണോ? പുതിയ എക്സ്പീരിയൻസ് കിട്ടണം, കൾച്ചർ മനസ്സിലാക്കണം എന്നുള്ള രീതിക്ക് പോകുന്നതാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ വേറെ കുറേ പേരുണ്ട്. ഈ ഒരു സ്ഥലത്ത് പോവുക, വണ്ടിയിൽ പാട്ടിടുക, അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുക. ഇത് ഇന്നലെ തിയേറ്ററിൻ്റെ വീഡിയോ ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞതാണ്. തിയേറ്റർ എന്നുള്ളൊരു സ്ഥലത്ത് വരുന്നത് നിങ്ങൾ സിനിമ കാണാനാണോ കഴിക്കാനാണോ വരുന്നതെന്ന് ഞാൻ ചോദിച്ചു. അതുപോലെ നിങ്ങൾ യാത്ര ചെയ്യുന്നത് എന്തിനാണ്? സ്ഥലങ്ങൾ കാണാനാണോ അതോ അവിടെ വന്ന് കിടന്ന് പാർട്ടി ചെയ്യാനാണോ? കൊട്ടും കുരവയും പാട്ടും ഒക്കെ ഇട്ട് പാട്ടൊക്കെ പാടാനാണെങ്കിൽ പബ്ബുകളുണ്ട്, DJ പാർട്ടികളുണ്ട്, അവിടെ പോയി കിടന്ന് പോകണം. ഈ ആൾക്കാർ മനസ്സമാധാനമായിട്ട് വന്നിരിക്കുന്ന സ്ഥലം കാണാൻ വരുന്ന പ്രദേശങ്ങളിൽ പോയി വണ്ടിയിൽ പാട്ട് ഇട്ട് കോമാളിത്തരം കാണിക്കുന്നത് മാസമാണെന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ടാവാം. ചോദ്യമാണ്, നിങ്ങൾക്ക് ഇതിനു വേണ്ടിയാണ് പോകുന്നതെങ്കിൽ വേറെ സ്ഥലങ്ങളുണ്ടല്ലോ. ഈ പബ്ലിക് പ്ലേസിൽ പോയി എന്തിനാണ് പാട്ടിട്ട് കോമാളിത്തരം കാണിക്കുന്നത്? TV, സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ എത്ര പേര് യാത്ര ചെയ്യുമായിരുന്നു എന്നൊന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ യാത്ര ചെയ്യില്ല, നിങ്ങൾക്ക് വലിയ നഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ ഇടുന്നുണ്ടാവാം. നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണോ പർപ്പസ്ഫുള്ളായിട്ട് തോന്നുന്നത് അത് ചെയ്യുക. ഈ ഹിച്ചേക്ക് ചെയ്യുക, തുച്ഛമായ പൈസയ്ക്ക് ട്രാവൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്ന ഒരുപാട് പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 500 രൂപയ്ക്ക് ഞാൻ ലഡാക്കിലെത്തി, 1500 രൂപയ്ക്ക് ഞാൻ ലഡാക്കിലെത്തി എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റയിൽ ഓരോ വീഡിയോ ഇട്ട് വരെ ഇറങ്ങി. ചെയ്യുന്ന എന്താ? മാക്സിമം ലിഫ്റ്റ് അടിക്കുക, മറ്റുള്ളവരുടെ കാശിന് ആഹാരം വാങ്ങി കഴിക്കുക, മറ്റുള്ളവരുടെ വീട്ടിൽ താമസിക്കുക. പലരും സ്നേഹത്തിനായിരിക്കും വിളിക്കുന്നത്, കഴിക്കെന്നും പറഞ്ഞ് പലരും വിളിക്കും. അവരുടെ വീട്ടിലെ അവസ്ഥ, അവർ ചിലപ്പം ഈ യാത്ര ചെയ്യാൻ പോലും കാശില്ലാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് തന്നെ കഷ്ടപ്പെടുന്നവരാവാം. അങ്ങനെയുള്ളവരുടെ വീട്ടിൽ ചെന്നായിരിക്കും നിങ്ങളിത് കഴിക്കുന്നത്. ഹിച്ചേക്ക് ചെയ്ത് പോകുന്നതിനൊരു കുഴപ്പമില്ല. ഇങ്ങനെ പോയിട്ട് ബാഡ് ബിഹേവിയർ വരുമ്പോൾ അതിനെ വീഡിയോ ഇടുന്നു. ഇപ്പം നമ്മൾ മറ്റുള്ളവരെ ഓസ്റ്റി ജീവിക്കാൻ നോക്കുമ്പോൾ അതിന് പല സിറ്റുവേഷൻസും വരും, പല നെഗറ്റീവ് എഫക്ട്സും വരും. പോകുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോയിലിട്ട് റീച്ച് ഉണ്ടാക്കുക. ഈ പോയവൻ നിർത്തി വിളിച്ച് കയറ്റിയതൊന്നും ആയിരിക്കില്ല, ഇവർ കൈയാണിച്ച് കയറ്റിയതായിരിക്കുമല്ലോ. കാശും കൊടുത്തൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുമ്പോഴേ ഉണ്ടാവും. ഇപ്പോൾ പിന്നെ കണ്ട ഒരാളുടെ വണ്ടി കയറിയിരിക്കുമ്പോൾ അത് ഉണ്ടാകാതിരിക്കുമല്ലോ. അതുപോലെ ഈ മറ്റുള്ളവരുടെ വീട്ടിൽ കയറിയിട്ട് അവരിറക്കി വിട്ട് രാത്രിയിൽ എന്നൊക്കെ പറയുന്നത്, ഈ രാത്രിയിൽ ഞാൻ ഇനി എവിടെ പോവും? നിങ്ങൾക്ക് സേഫായിട്ട് ഉറങ്ങണമെങ്കിൽ നിങ്ങൾ കാശ് മുടക്കി ഒരിടത്ത് കിടക്കണം. മറ്റൊരാളുടെ വീട്ടിൽ പോയിട്ട് അവർക്ക് എപ്പോഴും ഇറക്കി വിടാനുള്ള അധികാരമുണ്ട്. ലിഫ്റ്റ് അടിച്ച് പോകുന്നതിന് അല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ലിഫ്റ്റ് അടിച്ച് പോയിട്ട് കണ്ടവരുടെ ഓസിന് കഴിക്കുകയും അവരുടെ കൂടെ ഉറങ്ങുകയും ചെയ്തിട്ട് അവരുടെ കുറ്റങ്ങൾ പറയുന്നവരെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ നല്ല കുറേ ചെക്ക് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ആഹാരമൊക്കെ ഓഫർ ചെയ്യുമ്പോൾ തിരിച്ചവരെന്തെങ്കിലും അവരുടെ സ്നേഹത്തിന് എന്തെങ്കിലും അവർ വാങ്ങിക്കൊടുക്കും. അത് മര്യാദ. അതല്ലാതെ ഇങ്ങനെ ആരെങ്കിലും സഹായിക്കും എന്നുള്ള വേറെ കുറേ പേരെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. സ്റ്റാറ്റസ് ഇടുന്നു, ഞാൻ ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ ഇടുന്നു. കുറേ പേര് ആഹാരം വാങ്ങി കൊടുക്കുന്നു. ഈ വാങ്ങി കൊടുക്കുന്നവർക്കൊരു ചിന്തയില്ലയോ എന്നാണ് എൻ്റെ സംശയം. ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസിൽ 2-3 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് സ്ഥലം കാണിക്കാൻ വേണ്ടി മാത്രം എനിക്ക് താല്പര്യമില്ലാത്ത ഇടങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ഇത് ട്രാവൽ വീഡിയോസ് ഇടണമെന്ന് പറഞ്ഞവരുടെ അടുത്താണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് എപ്പോഴും ട്രാവൽ ചെയ്യാൻ തോന്നാറില്ല. കുറച്ച് സ്ഥലങ്ങൾ മെയിനായിട്ട് എനിക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ പോകണം, കുറേ ദിവസം അവിടെ താമസിക്കണം എന്നുള്ള താല്പര്യമുണ്ട്. അല്ലാതെ ഈ ലോകം മുഴുവൻ കണ്ടു തീർക്കണം എന്നൊന്നും എനിക്കില്ല. എനിക്ക് എപ്പോഴും ട്രാവൽ ചെയ്യാനും താല്പര്യമില്ല. ചില സമയങ്ങളിലൊക്കെ എനിക്ക് വീട്ടിൽ നല്ല സിനിമകളൊക്കെ കണ്ട് ഇവിടുത്തെ നേച്ചറൊക്കെ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ വീട്ടിലിരിക്കാനാണ് ചില സമയത്ത് എനിക്ക് താല്പര്യം. എനിക്ക് ചേഞ്ച് വേണം, എനിക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പേഴ്സണലി തോന്നുമ്പോഴാണ് ഞാൻ ട്രാവൽ ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ യൂട്യൂബിന് വേണ്ടി സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുണ്ടായിട്ട് ഞാൻ പോയ സ്ഥലങ്ങളും ഉണ്ട്.
അപ്പോൾ ഇനി മുതൽ ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളിലൊന്നും പോയില്ല. ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ പോകും, അതിൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്യും. അപ്പോൾ നാളെ മുതൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ സ്വയം ചോദിക്കുക, മറ്റുള്ളവരെ കാണിക്കാനാണോ അതോ കൾച്ചർ മനസ്സിലാക്കാനാണോ അതെനിക്ക് സമാധാനത്തിന് വേണ്ടിയാണോ, എന്തിനാണ് ഞാൻ പോകുന്നത് എന്ന് സ്വയം ഒന്ന് ചോദിച്ചിട്ട് ട്രാവൽ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരെണ്ണത്തിന് വേണ്ടിയായിരിക്കും നിങ്ങൾ കാശ് മുടക്കുന്നത്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ.